അദ്വിതീയം എന്ന് പറയാൻ അർത്ഥം എവിടെയാണോ ദ്വിതീയമായിട്ടൊരു വസ്തു ഇല്ലാത്തത് അതാണ് അദ്വിതീയം. അദ്യമാനോ ദ്വിതീയോ യസ്മിൻ. ദ്വിതാ ഇതം ദ്വിതീയം, രണ്ടാമതായിട്ടൊന്നുള്ളത്. അങ്ങനെ ഒരു രണ്ടാമതൊരു വസ്തു എവിടെയാണോ ഇല്ലാത്തത്, ഒരു അധിഷ്ഠാനവും ബാക്കി അധ്യസ്ഥവുമാണ്. അപ്പൊ അധിഷ്ഠാനത്തിൽ വസ്തുക്കളെല്ലാം തന്നെ അധ്യസ്ഥങ്ങളായിരിക്കും. അപ്പം ദ്വിതീയമായിരിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ അധിഷ്ഠാന ഭിന്നം എന്നർത്ഥം. അങ്ങനെയായിരിക്കുന്ന ഒരു ദ്വിതീയ വസ്തു ഏതൊരു അധിഷ്ഠാനത്തിലാണോ ഇല്ലാത്തത് അതാരായിരിക്കും? ബ്രഹ്മം, ശുദ്ധബ്രഹ്മം. ശുദ്ധബ്രഹ്മം. സോറി, അതിനാണ് അദ്വിതീയം എന്ന് പറയുന്നത്. അവിദ്യമാനോ ദ്വിതീയോ യസ്മിന്ന. ദ്വിതീയമായിട്ടൊരു വസ്തു ശുദ്ധബ്രഹ്മം. എവിടെയാണോ ഇല്ലാത്തത്. എന്നപ്പോൾ നിങ്ങളുടെ ഈശാവാസ്യം 14 പേജിൽ ടീക്ക നോക്കാം ആദ്യം. ഇതശ്ച ന ഏകഫല കാമസ്യ ജ്ഞാനകർമ്മണോരധികാരഃ പ്രതിപത്തവ്യ ഇത്യഹ. ഇതശ്ച ഇതുകൊണ്ടുകൂടി എന്ന് പറയുന്ന കാരണത്താലും ഏകഫല കാമസ്യ ജ്ഞാനകർമ്മണോർ ന അധികാരഃ. ന എടുത്തുകൂടെ കൊണ്ടുപോവാ. നൈകഫല കാമസ്യ ജ്ഞാനകർമ്മണോരധികാരഃ. ജ്ഞാനകർമ്മണോഹോ ന അധികാരഃ. ജ്ഞാനത്തിലും കർമ്മത്തിലുമായിട്ട് അധികാരമില്ല. ആർക്ക്? ഏകഫല കാമസ്യ. ഒരു ഫലത്തെ ഇച്ഛിക്കുന്നവന് ജ്ഞാനത്തിലും കർമ്മത്തിലുമായിട്ട് അധികാരം വരത്തില്ല. അപ്പൊ രണ്ട് ഫലത്തെ ഇച്ഛിച്ചാലോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. ശരിയേ? ഏതെങ്കിലും ഒരു ഫലം, ഒന്നുകിൽ കാമ്യം, ഭോഗം, അല്ലെങ്കിലോ മുക്തി. ഒന്നുകിൽ ഭുക്തി അല്ലെങ്കിൽ മുക്തി. ഞങ്ങളുടെ സിദ്ധാന്തത്തിൽ മുക്തിയും ഭുക്തിയും കിട്ടുന്ന പറയാൻ നടക്കാത്ത കാര്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ കാര്യങ്ങൾ? നമ്മുടെ ക്ലാസ്സിൽ പണ്ടുള്ള, ഇപ്പൊ ഇല്ല കേട്ടോ, ഒരു ചേച്ചി ഓങ്കാര ഉപാസനയുടെ പാദോപാസന ചെയ്യാൻ പോയി. ഓങ്കാരത്തിന്റെ പാദത്തിലെ ഫലം ഓരോതായിട്ട് പറയും. സത്യത്തില് മുഖ്യ ഫലം പറയുന്ന സ്ഥലത്ത് അത് അംഗത്തിലെ ഫലം ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലത്. ठीक है. പക്ഷെ പാവങ്ങള് നമ്മളറിയാത്ത ഒരു കേസ് കിട്ടി പോയി വീഴുന്നതേ. ആശ്രമക്കാര് സിസ്റ്റം ഉണ്ടാക്കുവോ, അതിൽ ആലോചിച്ച് കൊടുക്കുവോ? നമ്മൾക്ക് അറിയാത്ത കുറെ സാധനം ഉണ്ട് ഇങ്ങനെ. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ആ ശരിയല്ലേ. ठीक है. അപ്പൊ ഇവിടെ പറയാണ് ജ്ഞാനത്തിലും കർമ്മത്തിലും കൂടി ഒരാൾക്ക് അധികാരം വരത്തില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഞങ്ങളുടെ ഈ സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാല് ഭുക്തിയും മുക്തിയും ഒന്നിച്ചു കിട്ടുമെന്ന് പറയാ? നമ്മൾ ആലോചിക്കാറില്ലല്ലോ ഈ പ്രശ്നങ്ങള്. മനസ്സിലായോ? ഒന്നുകിൽ മുക്തി മാർഗം, അവിടെ എന്താ വരുന്നത്? ജ്ഞാനം. മുക്തി മാർഗത്തിൽ ജ്ഞാനമാർഗമാണ് ചോദിച്ചത്. അതിന് കാരണമായിട്ട് എന്ത് വരും? സന്യാസം. പിന്നെ ശ്രവണം. ജ്ഞാനനിഷ്ഠ. ആ ജ്ഞാനനിഷ്ഠ എന്നുള്ളതാണ് എന്ത്? അതായത് ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിശദീകരിച്ച എന്തായിരുന്നു? ആത്മാവിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. തേന തെക്തേന പുഞ്ചിത എന്നുള്ള പാലയേത എന്നുള്ളതിനെ എവിടെ പിടിച്ച് അന്വയിക്കേണ്ടിയിരുന്നു? ഈശാവാസ്യം എന്നുള്ള പങ്ക്തിയായിട്ട് അന്വയിക്കേണ്ടിയിരുന്നു. ഈശ്വരനാൽ ആച്ഛാദനം ചെയ്യണമെന്നതിന്റെ അർത്ഥം എന്താ? ബ്രഹ്മാകാര വൃത്തിയാൽ നിൽക്കണമെന്നാ. അത് തന്നെയാണ് അവസാനം വന്നിട്ട് എന്ത് പറയുന്നതും പാലയേഥ എന്ന് പറഞ്ഞ് നിർത്തുന്നതും. പിടികിട്ടിയപ്പോൾ ആത്മാവിന്റെ പാലനം എന്ന് പറയുന്ന എന്താ അർത്ഥം? ബ്രഹ്മാകാര വൃത്തിയിലിരിക്കുക. ബ്രഹ്മാകാര വൃത്തിയിൽ ഇരിക്കുക എന്നുള്ളതാണ് ആത്മപരിപാലനം. ഇതല്ലേ നിങ്ങളുടെ ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞ സ്ഥലം? പിടികിട്ടിയ? അപ്പൊ ആദ്യം ഉപദേശിച്ചു ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ജഗത്തിനെ മൊത്തം നിഷേധിച്ചും കൊണ്ട് അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ അവിടെ തന്നെ പറയാണ് അധ്യസ്ഥ വസ്തുക്കൾക്ക് അധിഷ്ഠാന ഭിന്ന സത്തയില്ലാത്തതിനാൽ അധ്യസ്ഥങ്ങളെല്ലാം അധിഷ്ഠാനങ്ങൾ മാത്രമായിരിക്കും. ഒന്ന്. രണ്ടാമത്തത് കാര്യകാരണഭാവം മാനിച്ചാൽ കാര്യങ്ങൾക്ക് കാരണത്തിൽ നിന്ന് ഭിന്നമായിട്ട് സ്വരൂപമില്ല എന്നുള്ളത് കൊണ്ട് കാര്യങ്ങളായിരിക്കും ജഗത്ത് മൊത്തം ബ്രഹ്മസ്വരൂപമായിരിക്കും. വാസ്തവത്തിൽ ഉദ്ദേശം എന്താണ്? ബ്രഹ്മത്തിന്റെ അജ്ഞാനം കൊണ്ടാണ് ഈ കാണുന്ന ലോകം ഉണ്ടായത്. അജ്ഞാനമില്ലെങ്കിൽ ലോകമില്ല. വാസ്തവത്തിൽ ലോകമില്ല എന്നുള്ളതിനാൽ ഞാനായിരിക്കുന്ന പരമാത്മാവേ മാത്രമുള്ളൂ എന്നാണ് ഉപദേശം. കേട്ടവൻ എന്ത് ചെയ്യണം? ഞാനായിരിക്കുന്ന പരമാത്മാവേ ഉള്ളൂ എന്നുള്ള ജഗത്തിനെ നിഷേധിച്ചും കൊണ്ടുള്ള ബ്രഹ്മാകാര വൃത്തിയിൽ എത്തിച്ചേരുക. അതിനെ നിരന്തരം വെക്കാൻ വേണ്ടിയാണ് സന്യാസവും. അതിനെ നിരന്തരം നിലനിർത്തുക എന്നുള്ളതാണ് പാലനവും, ആത്മാവിന്റെ പാലനവും. ഇത് ഒരു വിഭാഗം. ഇതിൽ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക?
ഉപാസന കർമാദികളിലേക്ക് കയറുക. ശാസ്ത്രം അനുവദിക്കുന്നതാണത്. അല്ലാതെ എല്ലാവരെ കൊണ്ടും ബ്രഹ്മാകാര വൃത്തിയിൽ നിർത്തണം എന്നൊന്നുമില്ല. യോഗ്യതയ്ക്കനുസരിച്ച് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ന്യായം പറയും. കരം ലേഠി, ലഘു ധാതുവാണ്. ലേഠി എന്ന് പറഞ്ഞാൽ കരം. ഒരു ലഘു കൊടുത്തു ഒരാൾക്ക്. അങ്ങനെ ആ ലഡു എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ലഡുവിന്റെ കുറച്ച് അംശം കൈ പറ്റിയിരുന്നു. അത് നക്കി തിന്നിട്ട് പറയാം, വരയ്ക്ക എന്ത് ടേസ്റ്റാ. ഇതുപോലെയാണ് ശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധിയുള്ള ആൾക്കാർ ഇതിനെ ഒഴിവാക്കിയിട്ട് ഉപാസനയിലേക്കും കർമ്മത്തിലേക്കും പോകുന്നത്. അത് പതനമാണ് അവന്റെ. അവിടെയാണ് പറഞ്ഞു കൊടുക്കുന്ന ആള് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്ത് ഒരാളെ പൊക്കിക്കൊണ്ടുവരണം. അല്ലാതെ ഈ ലോകത്ത് മൊത്തം പരശുരാമ ക്രിയയുള്ളൂ എന്നും പറഞ്ഞിട്ട് മൂക്കും പിടിച്ച് തലയുടെ ഫ്യൂസ് വരുന്ന പരിപാടി ചെയ്ത് കിടന്നിട്ട് പറയും ബാക്കിയെല്ലാം മിഥ്യ, ഞങ്ങള് മാത്രം സത്യം. അങ്ങനെ എന്തോ കണ്ടുക്കണം. നിങ്ങളുടെ ഓരോരോ കാലം മാറുന്നതനുസരിച്ച് പുതിയ പുതിയ സംഭവങ്ങൾ ഇറങ്ങി വരും. ഓരോരോ കാലത്ത് നോക്കിയാൽ മതി. പലപ്പോഴും നമ്മൾ കരുതുന്നത് ഈ ഭക്തിയുടെ ഡിഗ്രി കൂടിയ സമയമാണ് എന്ത് ബ്രഹ്മാകാര വൃത്തി വരിക അല്ലേ? അതൊരു കണക്കിന് ശരി തന്നെയല്ലേ പറഞ്ഞത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ഭാഷ്യകാരൻ പറയുന്നത്? സ്വസ്വരൂപാനുസന്ധാനം അഭിധീയതേ ആത്മതത്വാനുസന്ധാനം ഭക്തിരിത്യപരേ ജഗുഹു. ചിലര് പറയുന്നു ആത്മതത്വത്തിന്റെ അനുസന്ധാനമാണ് ഭക്തി. ചിലര് പറയുന്നു സ്വസ്വരൂപത്തിന്റെ അനുസന്ധാനമാണ് ഭക്തി. ഇതിലേതാ ശരി? രണ്ടും ശരിയാ സ്വാമിജി. അതെന്തുകൊണ്ടാ? അത് രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ട്. ആത്മതത്വം തന്നെയാണ് ബ്രഹ്മതത്വം എന്നുള്ളത് കൊണ്ട് രണ്ടും ശരിയാണ്. ഇതാണ് ഭാഷ്യകാരൻ എഴുതി പിടിപ്പിച്ചത്. ഓക്കെ, അല്ലാതെ കൈകുട്ടിക്കളി, തിരുവാതിരക്കളി, ഒപ്പനയല്ല ഇവിടുത്തെ ഭക്തി. പാട്ട് പാടുന്നതായിരുന്നു ഭക്തിയെങ്കിൽ ഏറ്റവും നല്ല ഭക്തൻ യേശുദാസാണ്. നമ്മുടെ സാമ്യന്മാർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റാതെ പോകും. അപ്പൊ നോക്കിയോ, അപ്പൊ ഏകഫലകാമനെ സംബന്ധിച്ച് ജ്ഞാനവും കർമ്മവും ഒന്നിച്ചൊരധികാരത്തിൽ വരത്തില്ല എന്ന് മനസ്സിലായിക്കോളൂ. ഇത് പ്രതിപത്തഭ്യ, മനസ്സിലാക്കണം എന്നാ പറയുന്നത്. ഇനി പറയുന്ന കാരണം കൊണ്ടുകൂടി ഇതശ്ച ഏകഫല കാമസ്യ, ഒരു ഫലത്തെ ഇച്ഛിക്കുന്നവന് ഒരു ഫലത്തെ കിട്ടത്തുള്ളൂ, സമുച്ചയമായിട്ടൊരു ഫലമൊന്നും വരത്തില്ല. അങ്ങനെ മോക്ഷവും ഭോഗവും ഒന്നിച്ചു വരത്തില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മാകാര വൃത്തിയും കർമ്മവും ഒന്നിച്ചു വരത്തില്ല. പക്ഷേ ഉപാസനയും കർമ്മവും ഒന്നിച്ചു വരാം. കാരണം ഇതിന്റെ ഫലം എന്താ? ഹിരണ്യഗർഭലോകപ്രാപ്തിയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒന്നും നടക്കത്തില്ല. ഞാനെന്ന് ഉദ്ദേശിച്ചത് ബ്രഹ്മാകാര വൃത്തിയാണ്. കർമ്മവും ഒരു ഫലം ഇച്ഛിക്കുന്ന ആൾക്കാർക്ക് രണ്ടും കൂടിയും ചെയ്യാൻ വരത്തില്ല. ഭാഷ്യം കണ്ടോ ഇനി? ഉഭയോഹോ ഫലഭേദം ച ഭക്ഷതി. രണ്ടിന്റെയും, ഏതിന്റെയൊക്കെ? കർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഫലഭേദം ഇനി മുന്നോട്ടേക്ക് പറയുന്നതായിരിക്കും. ഭക്ഷതി എന്നാ പറഞ്ഞു. ഇനി ടീക്ക നോക്ക്, ഇത് എവിടെയൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളത്. കോ മോഹക്ക ശോക ഏകത്വമനു പശ്യതഃ. ഇതെവിടെയുള്ള മന്ത്രം എന്നറിയോ? ഇതിനകത്ത് തന്നെ ഉള്ളതാ. ഒരു 4-7 അല്ലേ? പിന്നെ 7-ാം മന്ത്രം. യസ്മിൻ സർവാണി ഭൂതാന്യാത്മൈവാഭൂത് വിജാനതഃ. വിചാരണതഃ ജ്ഞാനിനഃ, വസ്തുവിനെ അറിയുന്ന ജ്ഞാനിയെ സംബന്ധിച്ച്. യസ്മിൻ കാലേ യസ്മിൻ ആത്മനി സർവാണി ഭൂതാനി ആത്മൈവാഭൂത്, സകല ഭൂതങ്ങളും ആത്മസ്വരൂപങ്ങളായി മാറിയിരിക്കുന്നുവോ. അതായത് സകല ഭൂതങ്ങളെയും കാണാനുള്ള കാരണമായിരുന്നു അന്ധക്കരണം, ചിത്തം, മനസ്സ്. ആ മനസ്സായിരിക്കട്ടെ ചേതനനിൽ അധ്യസ്ഥമാണ്. അധിഷ്ഠാനജ്ഞാനത്തോടുകൂടെ ചേതനിൽ അധ്യസ്ഥമായിരിക്കുന്ന മനസ്സ് പിൻവലിഞ്ഞതിനാൽ ഇനി മനസ്സിനാൽ കാണപ്പെടേണ്ട ദ്വിതീയമായിരിക്കുന്ന വസ്തു ഇരിക്കത്തില്ല. അതങ്ങോട്ട് പോയി. കയറിലെ സർപ്പം കയറായി പോയതുപോലെ ഈ ഇതുവരെ കണ്ടിരുന്ന വസ്തുക്കളൊക്കെ ബ്രഹ്മസ്വരൂപമായി മാറി. അതുകൊണ്ട് എന്ത് പറ്റി? തത്ര തസ്മിൻ കാലി തസ്മിൻ ആത്മനി കോ മോഹ. ഇത് ആക്ഷേപമാണ്. എന്ത് മോഹം, എന്ത് ശോകം? അതിന് കാരണം എന്താ? ഏകത്വം അനുപശ്യത. ഏകത്വം അറിഞ്ഞവനെ സംബന്ധിച്ച് എന്ത് ശോകം, എന്ത് മോഹം? ഇതാണ് ഇവിടെ കാണുന്നത്. കോ മോഹ കശോക, കമോഹ കശോക. എന്ത് മോഹം, എന്ത് ശോകം? ആർക്ക്? ഏകത്വം അനുപശ്യത. അനു എന്ന് പറയാൻ അർത്ഥം പശ്ചാത്. കസ്മാത് പശ്ചാത്. ഏതിനു ശേഷം? അറിഞ്ഞതിന് ശേഷം. പശ്ചാത്ത് എന്ന് പറഞ്ഞാൽ ശേഷം. ഏതിനു ശേഷം? അല്ല,
അനു പശ്ചാത് പശ്യതഹാന, മുന്നോട്ട പശ്യതഹ എന്ന് പറയുന്നത് ഏതോ ഒരു കാരണത്തിന് ശേഷമാണ് അവൻ അറിയുന്നത് വസ്തുവിനെ. ഏതിൽ നിന്നാണ് അവന് ബോധം ഉണ്ടായത്? സന്യാസത്തിൽ അല്ലെങ്കിൽ സന്യാസം കൊണ്ട്, സന്യാസനെ അവനെ സംബന്ധിച്ചതിനുണ്ട്. ശ്രവണ മനന നിധിധ്യാസനത്താല് ഗുരുപദേശാനന്തരം എന്നത് എത്രയോ വട്ടം കേട്ടതാ. അനു പശ്ചാത് എന്ന് പറയല് ഗുരുപദേശാനന്തരം. അപ്പോൾ ഇവിടെ അദ്വിതീയ ബ്രഹ്മബോധകങ്ങളായിരിക്കുന്ന വേദാന്ത വാക്യങ്ങളല്ലാതെ ഗുരുവിനൊന്നും ഉപദേശിക്കാൻ പറ്റൂല കുട്ടികളെ. ഗുരുവിന് സ്വന്തം നിലയ്ക്ക് ഒന്നും ഉപദേശിക്കാനില്ല. ഇവിടെ ഉപദേശിക്കേണ്ടതൊക്കെ പണ്ടേ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പറഞ്ഞത്. ഇതി അനുപശ്യത ഗുരുപദേശാനന്തരം. അറിയുന്ന വസ്തുവിനെ അറിഞ്ഞ വ്യക്തിക്ക് എന്ത് മോഹം, എന്ത് ശോകം എന്നും പറഞ്ഞ എന്താ കാണിക്കുന്നത്? ഇത് ഇപ്രകാരം സനിദാന. നിദാന ശബ്ദത്തിന് എന്താ അർത്ഥം? കാരണം അല്ല, മൂലകാരണം. കാരണം എന്ന് പറയാം, പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് മൂലകാരണം. നിദാനം മൂലകാരണം. സനിദാനം അതിന്റെ അർത്ഥം എന്തായിരിക്കും? മൂലകാരണത്തോട് കൂടിയോ? മൂലകാരണത്തോടു കൂടെ. അനർത്ഥ പ്രഹാണം. പ്രഹാണം പ്രകർഷേണ ഹാനം. പ്രഹാണം നാശം. അനർത്ഥം എന്താണ്? ഈ സംസാരമാണ്. ഈ സംസാരം മൂലകാരണത്തോടുകൂടി നശിക്കുക എന്ന് പറഞ്ഞാൽ അവിദ്യയോടുകൂടി സംസാരത്തിന്റെ നാശം. ജ്ഞാനഫലം ഭക്ഷതി. ജ്ഞാനത്തിന്റെ ഫലം ഇങ്ങനെയാണെന്ന് നമ്മൾ ഇനി മുന്നോട്ട് പറയും. അത് എവിടെയാ പറഞ്ഞതെന്ന് എടുത്ത് കാണിച്ചതാണ് കോ മോഹക്കശോഹ ഏകത്വം അനുപശതഹ എന്ന്. ഇതാണ് പ്രമാണം. അതിലൂടെ നമ്മൾ എന്ത് കാണിക്കുന്നുണ്ട്? ജ്ഞാനത്തിന്റെ ഫലം സംസാരരൂപമായ അനർത്ഥ നിവൃത്തിയാണ്. അത് തന്നെയല്ലേ ഉപാസനയുടെയും ഫലം? അല്ല. പിന്നെ സംസാരമണ്ഡല അന്തർഗതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനർത്ഥാന്തർഗതമാണ് ഉപാസനയുടെ ഫലം എന്നാ കിട്ടാൻ പോകുന്നത്. അടുത്ത മുന്നോട്ട് നോക്ക്. സംസാരമണ്ഡല അന്തർഗതമേ വെച്ച ദേശാന്തര പ്രാപ്തി ആയത്വം ഹിരണ്യഗർഭ പദപ്രാപ്തിയാദി ലക്ഷണം കർമ്മഫലം വക്ഷതി. മുന്നോട്ടേക്കിന് കർമ്മത്തിന്റെ ഫലം പറയും. അഗ്നി നയസുപധാരായി എന്നും പറഞ്ഞ് നമുക്ക് 16, 17, 18 മന്ത്രങ്ങളിലൂടെ വ്യാഖ്യാനിക്കുള്ളതാണ്. എന്താ പറയുന്നത്? സംസാര മണ്ഡല അന്തർഗതം. സംസാരമായിരിക്കുന്ന മണ്ഡലം എങ്ങനെ വരൂത്? ഭൂർഭുവസ്വഹ അല്ലേ? ഭൂ എന്ന് പറയുമ്പോഴേക്ക് എത്ര ലോകമായി? അവീചി, ഖന, സലില, അനല, അനില, ആകാശ, താമിശ്ര. ഇങ്ങനെ ഇരിക്കുന്ന 7 നരകങ്ങളും അല്ലെ? പിന്നെ ഏതാ വരുന്നത്? ഭൂവും. അപ്പൊ 8 കിട്ടും. പിന്നെ ബോഹ, ജനഹ, തപഹ, സത്യം, ഭൂർഭുവ, ബോഹ, ഭൂർ, ഭുവഹ, ഭൂർ, മന ഭുവഹ, മന 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 ഹലോ, മഹ ഗുഹ, സ്വഹ, പിന്നെ ജനമഹ സത്യം. ജന, മഹ, തപഹ, സത്യം. സത്യം. ഇങ്ങനെ ഇരിക്കുന്ന എത്ര വരും? 6. 14 ടോട്ടൽ. ടോട്ടൽ 14. ടോട്ടലില് 16 വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള 6ഉം താഴെയുള്ള 8ഉം 8 6 14. നമ്മൾ പലപ്പോഴും ഈ നരകങ്ങൾ എണ്ണുന്ന സമയത്തെ അതല, വിത്തല, സുത്തല, രസാതല, തലാതല, മഹാതല, പാതാലം എണ്ണു. അത് നരകലോകം അല്ല. അത് ശരിക്കും അത് രമണീയമായിരിക്കുന്ന വേറെ ലോകങ്ങളാണത്. അപ്പൊ ഈ ഗായത്രി മന്ത്രത്തിന്റെ മുന്നിൽ പറഞ്ഞ ബോർ ബോസാന്നിനെ ഇതൊക്കെ മൊത്തം വരും. പറ്റും. അതാണ് മൊത്തം. അതായത് വ്യാഹൃതികളല്ലേ. ഇത് 3ഉം പെടുത്തിക്കൊണ്ടാണത്. മൊത്തം ലോകത്തെ എടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. സ്വാമി, താഴേക്കുള്ള 6 അല്ലെ 7 ലോകങ്ങൾ ഏതൊക്കെയാ? ഭൂ കഴിഞ്ഞ ഭൂവിന് താഴോട്ട് വരുന്നു. എവിടെ തുടങ്ങുന്നത്? അവീചി. അബീജി. അവീചി മുതൽക്ക് അവീചി, ഘന, സലീല, സലീല, അനല, സലീല, അനില, അനല. കാരണം ഇതൊക്കെ പൃഥ്വിയാദി ശബ്ദമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ ആകാശമാണെന്ന് തോന്നി. ഞാൻ വേണേൽ കറക്ഷൻ പിന്നെ പറയാം. ആകാശം. പിന്നെ ലാസ്റ്റ് ഏതാ? താമിശ്ര. യെസ്, താമിശ്ര വരുന്നത്. യോഗസൂത്രം പഠിച്ച ആൾക്കാരൊന്ന് എടുത്തു നോക്കുക ബുക്ക്. ഇങ്ങനെ 7 എണ്ണം കഴിഞ്ഞിട്ട് ബാക്കിയാണ് 8ാമത്തേതായിട്ടാണ് ഭൂർ വരുന്നത്. ഭൂ എന്ന് പറയുമ്പോഴേക്ക് ഈ 7ഉം 8ാമത്തേതും. ഓക്കെയാ? പറയാണ് സംസാര മണ്ഡലാന്തർഗതമേവ. സംസാര മണ്ഡലം. നിങ്ങൾക്ക് ഇനി മാണ്ഡൂക്യത്തിൽ 2ാം അധ്യായത്തിൽ എത്തിക്കഴിഞ്ഞാൽ കാരികയിൽ പറയുന്നുണ്ട് ഓരോരോ മതവും കൊണ്ടുവരാണ്. ഇന്ന മതത്തിൽ ഇങ്ങനെ, ഇന്ന മതത്തിൽ ഇങ്ങനെ മാനിക്കുന്നു എന്നുള്ളത്.
അപ്പൊ അവിടെ പറയുന്നുണ്ട്, ചിലര് പറയുന്നത് ഭൂർഭുവ സ്വഹ എന്നീ ലോകങ്ങളാണ് വാസ്തവം എന്നുള്ളത്. അപ്പൊ അതിന് ടീക്കയിൽ പറയും, ചിലര് അനേക മണ്ഡലങ്ങൾ മാനിക്കുന്നു, ചിലര് ഒന്ന് മാനിക്കുന്നു. ഇവർക്ക് തന്നെ നിശ്ചയമല്ലേ എത്രയാന്നുള്ളത്. അതിനാൽ ഭൂർഭുവ സ്വഹ എന്നുള്ള ലോകം വാസ്തവമാണെന്ന് ഞങ്ങൾ മാനിക്കുന്നില്ല. അപ്പൊ ലോകമില്ലേ? ലോകമുണ്ട് എന്നിങ്ങനെ കൽപ്പിതം. അതുകൊണ്ട് തന്നെ അതായത് ഏത് പുരാണം എടുത്തു കഴിഞ്ഞാലും ആ പുരാണത്തിലൂടെ ഏത് ദേവതയെയാണോ നമുക്ക് ഉയർത്തി കാട്ടേണ്ടത്, അത് വല്ലാത്തൊരു ഉയർച്ചയായിരിക്കും, അല്ലേ? ദേവി ഭാഗവത സമയത്തല്ലേ ശ്രീകൃഷ്ണൻ വന്ന ശേഷം പറയുന്നത്, എവിടത്തെ ശ്രീകൃഷ്ണൻ ചോദിക്കുന്നത്. അപ്പൊ ഇന്ന് ആ ഭൂമിയിലെ അപ്പൊ എത്ര മണ്ഡലമായി? ബ്രഹ്മാണ്ടം തന്നെ അനേകമായിട്ട് മാനിക്കും. ബ്രഹ്മാണ്ടം ഒന്നും, ഈ ബ്രഹ്മാണ്ടം വാസ്തവത്തിൽ ഒന്നാണോ അനേകമാണോ? ഒന്നുമില്ല സ്വാമിജി. അതാണ് സത്യം. അതായത് ഒരു ബ്രഹ്മാണ്ടം ഉണ്ട് എന്നുള്ളതൊന്നും വേദാന്തി മാനിക്കുന്നില്ല. ഒരു ബ്രഹ്മാണ്ടം ഇല്ല എന്നുള്ളതാണ് വേദാന്തിയുടെ സിദ്ധാന്തം. അവിടെ കൊണ്ടുവച്ച് ഒന്നാണോ രണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദാന്തി ഏതെങ്കിലും ഓപ്ഷൻ എടുക്കുമോ? എന്താണ് കുട്ടികളെ നിങ്ങൾ ചിന്തിക്കുന്നത്? വേദാന്തം ചിന്തിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. ജഗത്ത് മൊത്തം മിഥ്യയാണെന്നും അധിഷ്ഠാന ബ്രഹ്മം വാസ്തവ വസ്തുവുള്ളൂ എന്ന് പ്രതിപാദിക്കുന്ന വേദാന്തം ഇവിടെയുള്ള ദേവതയുടെ അസ്തിത്വമോ ലോകത്തിന്റെ അസ്തിത്വമോ മാനിക്കത്തില്ല. കുറച്ചു കഴിഞ്ഞിട്ട് നമ്മളെ മാണ്ഡൂക്യം ഒരു അധികം 2 വർഷം കഴിഞ്ഞു അത് എഴുതിയിട്ടും പ്രതീക്ഷിക്കുന്നത് 2 മാസത്തിനുള്ളിൽ നമുക്ക് ഇറക്കാന്നുള്ളതാണ് എന്റെ ലാസ്റ്റ് പണിയിൽ. അവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാ, അതായത് ഒരു സാമാന്യമായിട്ട് ചിന്തിക്കുന്ന എല്ലാ രീതിയും നമ്മൾ തകർത്ത് കളയും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനെങ്ങനെയും അതാണ് വേദാന്തം എന്ന് പറഞ്ഞാല് അദ്വിതീയമായിരിക്കുന്ന ഒരു വസ്തു മാത്രമേ ഉള്ളൂ, അതിനെ പറയാൻ വേണ്ടിയാണ് തുടങ്ങുന്നത്. പിന്നെ നിങ്ങൾക്ക് ജഗത്തോ? ജഗത്ത് ഞങ്ങൾക്കില്ല. പിന്നെ എന്തിനാ പറയുന്നത്? അത് ഉള്ളവൻ, സോറി, അജ്ഞാനി ഉണ്ട് എന്ന് മാനിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് മാത്രം, ഞങ്ങളുടെ സിദ്ധാന്തത്തിലില്ല. അപ്പൊ എന്താ ഇവിടെ കാണുന്നത്? സംസാര മണ്ഡല അന്തർഗതമേവ, സംസാര മണ്ഡലത്തിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണെന്ത്? ഹിരണ്യഗർഭലോകം. എന്നിട്ട് എന്താവും? ദേശാന്തര പ്രാപ്തിയായത്വം. ദേശാന്തരം എന്ന് പറയാം, ഇവിടെ ഇപ്പോൾ പൃഥ്വിയില് ജീവിക്കുന്ന യജമാനൻ കർമ്മങ്ങളും ഉപാസനകളും ഒക്കെ നടത്തി എവിടെത്തും? ഹിരണ്യഗർഭലോകത്തെത്തും. കർമ്മ കൊണ്ടല്ല, ഉപാസന കൊണ്ടാണ് എത്തുന്നത്. പക്ഷേ ആ ഉപാസകന് മുന്നോട്ട് കയറിയാൽ വിധിക്കുന്നുണ്ട് കർമ്മം ചെയ്യണം, ഇല്ലെങ്കിൽ പാപകർമ്മങ്ങളെ സംബന്ധം നേരിടും. അതുകൊണ്ട് കർമ്മ ഉപാസനയൊക്കെ നടത്തിയ ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കുന്ന ഉപാസന നടത്തിയ ആൾ അടുത്ത കൽപ്പത്തിന്റെ ഉടയോനാവും, ഹിരണ്യഗർഭനായി വരും. ബാക്കിയുള്ളവരും അതേപോലെ താടിയും വളർത്തി അവിടെ ഇങ്ങനെ ഇരിക്കുക. ठीक है. ഹിരണ്യഗർഭപ്രാപ്തിയാദി ലക്ഷണം. ഹിരണ്യഗർഭപ്രാപ്തിയാവാം, മറ്റേതെങ്കിലും ദേവതാ ലോകപ്രാപ്തിയാവാം. ഉപാസനാഫലമാണ്. സംസാര മണ്ഡല അന്തർഗതം തന്നെയായിരിക്കും. അത് അതായത് സംസാര മണ്ഡലത്തിന് വെളിയിലാരാ? ബ്രഹ്മസ്വരൂപമാണ്, വെളിയിൽ നിന്നില്ല. പക്ഷേ സംസാരമല്ല എന്നുള്ളത് കൊണ്ട് കാണിച്ചതാണ്. അതും ഒരു ദേശത്ത് പോയിട്ട് കിട്ടുന്നതാണ്. ഈ ലോകത്ത് നിന്ന് ठीक है അർച്ചിരാദി മാർഗത്തിലൂടെ പോയിട്ട് എത്തേണ്ട സ്ഥലമാണ് ഹിരണ്യഗർഭലോകം. ഇത് കർമ്മത്തിന്റെ ഫലമാണ്. കർമ്മം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? കർമ്മസഹിത ഉപാസന എന്നുള്ള അർത്ഥത്തിലാണ്. ഇല്ലെങ്കിൽ കർമ്മത്തിന്റെ മാത്രം ഫലമാണെങ്കിൽ എവിടം വരെ പറയണം? പിതൃലോകം വരെ, സ്വർഗം വരെ പറഞ്ഞു. ഇത് എവിടെയാ പറഞ്ഞത് കാണിക്കുകയാണ് ഇനി മുന്നോട്ടേക്ക്. അഗ്നേനയ സുപഥ ഇത്യന്തേന ഇത്യർത്ഥ. അത് നിങ്ങളുടെ 18ാമത്തെ മന്ത്ര. അഗ്നേനയ സുപഥാരായേ അഗ്നേനയ സുപഥാരായേ അസ്മാൻ വിശ്വാനി ദേവൈനാനി വിദ്വാൻ. അതിന്റെ ഹലന്തൻ അടിച്ചു കളയണം. മന്ത്ര അചന്തമായിട്ടാണുള്ളത്. യോ ജസ്മത് ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ എന്നുള്ള മന്ത്രസ്ഥലത്ത് നമ്മൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതായിരിക്കും. ഇനിയും ടീക്ക. നാരായണ ഉപനിഷത്ത് വാക്യമപി ഭിന്ന അധികാരിത്വ പ്രമാണയതി. ജ്ഞാനവും കർമ്മവും അതിന്റെ അധികാരി ഭിന്നമാണ്. ഭിന്നാധികാരത്വേ നാരായണ ഉപനിഷത്ത് വാക്യമപി. നാരായണ ഉപനിഷത്തിലെ വാക്യവും എന്താ കാണിക്കുന്നത്? ജ്ഞാനകർമ്മത്തിന്റെ അധികാരികൾ ഭിന്നമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രമാണ രൂപത്തിൽ നാരായണ ഉപനിഷത്തിനെ കൊണ്ടുവരികയാണ്. ഭാഷ്യം കാണുക. ഇമൗ ദ്വാവേവ പന്ഥാനാവനു നിഷ്ക്രാന്തതരോ ഭവതഃ ക്രിയാപദസ്യ പുരസ്താ സന്യാസശ്ചുത്തരേണ നിവൃത്തിമാർഗേണ ഏഷണാത്രയസ്യ ത്യാഗഃ. തയോ സന്യാസപദ ഏവ അതിരേചയതി ന്യാസ ഏവ അതിരേചയത് ഇതി ച തൈത്തരീയകേ. ഇതില്ലേ കുറച്ച് പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ 1-ാം നമ്പർ ടിപ്പണി ഒന്ന് കാണും. ഇതിൽ കുറച്ച് കാര്യം സ്പഷ്ടീകരിക്കണം. അതായത് ഇമൗ ദാവേവ എന്നുള്ളത് ശരിക്ക് നാരായണ ഉപനിഷത്തിന്റെ ഭാഗമല്ല, അങ്ങനെ കാണുന്നില്ല അവിടെ. പിന്നെയോ
ന്യാസേവ അതിരേചയത് എന്നുള്ള ഭാഗമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ടിപ്പണി ഒന്നിൽ പറയാണ് ഇമൗ ദ്വാവേവ. ഇമൗ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടെണ്ണം കേട്ടോ. ദ്വൗ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം അത്ര ടീകോക്ത അവതരണ അനുരോധ ഇമൗ ഇത്യാദി വാക്യം നാരായണ ഉപനിഷദി എവിടെയാണത്? ടീകോക്ത അവതാരണ അനുരോധാത് ഇമൗ ഇത്യാദി വാക്യം നാരായണ ഉപനിഷദി ഇയമിതി ഭാതി. ഇവിടെ ടീക്കയിൽ പറഞ്ഞതിനനുസരിച്ച് നോക്കിക്കഴിഞ്ഞാല് ടീകോക്ത അവതരണത്തിനനുസരിച്ച് അനുരോധി വാക്യ അനുരോധ ഇമൗ ഇത്യാദി വാക്യം എവിടെ തുടങ്ങുക? ഇമൗ ദ്വാദേവ എന്ന് തുടങ്ങുന്ന വാക്യം മുതൽക്ക് നാരായണ ഉപനിഷത്തിന്റെ ഭാഗമാണെന്ന് ഭാസിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ അല്ല. പരം സാമ്പ്രതിക പുസ്തകേഷു ഇമൗ ഇത്യാദി വാക്യ അനുപലംഭാത്. അവിടെ ഇപ്പോൾ കിട്ടുന്ന നാരായണ ഉപനിഷത്തില് അങ്ങനത്തെ ഒരു മന്ത്രമില്ല. ഇമൗ ദ്വാവേവ പന്ഥാനു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു മന്ത്രമില്ല. ടീക്കേ, അനുപലംഭാത് ഗ്രഹണമില്ലാത്തതിനാൽ, ഉപലബ്ധി ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? ന്യാസ ഏവ അതിരേചേതിത്യേവ ഇത്യേതാവൻ മാത്രസ്യ തത് ഉപനിഷത്ത് ഉപലംഭാത്. ആ ഉപനിഷത്തിൽ ഉപലംഭം ഗ്രഹണം നടക്കുന്നത് നമുക്ക് ഉപലബ്ധമാവുന്നത് ഏതാ? ന്യാസ ഏവ അതിരേചയത് എന്ന് തുടങ്ങുന്ന ഭാഗ്യം മാത്രമാണ്. അതുകൊണ്ട് തസ്യേവ ഭൂമികാഭൂതം ഇമവിത്യാദി ഭാഷ്യമേവേദി ഗമ്യതേ. ആ മന്ത്രത്തിന്റെ ഭൂമിക രചിക്കാൻ വേണ്ടിയാണ് ഭാഷ്യകാരൻ ഇമൗ ദ്വാവേവ പന്ഥാനോ എന്ന് പറഞ്ഞു തുടങ്ങിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിലോ അന്വേഷണ യത്നോവാ വിധേയഹിതി കൃതം. അല്ലെങ്കിൽ ഇനിയും അന്വേഷിക്കണം, ഇത് വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള കാര്യം. കാരണം എത്ര ഉപനിഷത്തുണ്ടാവും? 1108 8 80. 1150 ശാഖകളിലൂടെ 1150 ഉപനിഷത്ത് കിട്ടേണ്ടതാ. പക്ഷെ ഇന്ന് 200 ഉപനിഷത്ത് മറ്റോ കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ പലതും ചിന്ത്യമാണ്. പ്രമുഖമായിട്ട് ഭാഷ്യകാരൻ എഴുതി വെച്ചത് കൊണ്ട് ഈ 10 ഒരു സംശയമില്ലാതെയും പറയാം. പിന്നെ പലതും പ്രാമാണികമായിട്ട് ചിലതിലേ ടീക്ക മാത്രമുള്ളൂ. വേറെ ടീക്ക ഉണ്ട്. ടീക്കയുടെ പേര് ഞാൻ പറഞ്ഞു. നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഞാൻ കൈവല്യോപനിഷത്ത് എടുത്തില്ലേ? ആ ടീക്ക ഏതായിരുന്നു? ശങ്കരാനന്ദീനോ അങ്ങനെ എന്തോ ഒരു ടീക്കയുണ്ട്. ടീക്ക അത് കൂടെയുള്ള ഉപനിഷത്ത് കുറെ കിട്ടും. അതും പ്രാമാണികമായിട്ട് മാനിക്കാമെന്ന് മാത്രം. പിന്നെ ഭാഷ്യകാരൻ ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് പല ഉപനിഷത്തിനെയും പറയും. അല്ലാതെ ഇന്ന് ഉപനിഷത്ത് മൊത്തം ഉപലബ്ധമല്ല. അതുകൊണ്ട് തന്നെ വേദത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. കാലം മുന്നോട്ട് പോയപ്പോൾ ടീക്കേ വേദം ലോപിച്ച് ഇന്ന് ഈ പരുവത്തിലായി. ഇന്ന് തന്നെ ഇത് ഏതിന്റെ ഭാഗമാണ്? ഈശാവാസ്യം ഏത് ഏത് വേദത്തിന്റെ ഭാഗമായിട്ടാ ഇതിലിരിക്കുന്നത്? ശുക്ലയജുർവേദീയം ഏത് ശാഖയാ കാണണോ? അണ്ണു ശാഖാന്തർഗതമായിരിക്കുന്നത്. ഇപ്പൊ ടീക്കയിൽ പറഞ്ഞല്ലോ, നമുക്ക് അല്ലെങ്കിൽ അന്വേഷണം നടത്തണം പറഞ്ഞ് നിർത്തുകയാണ്. അങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം ഇല്ല ഞങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ ഉണ്ടെന്ന് പറഞ്ഞ പ്രശ്നമല്ലേ, അതുകൊണ്ട് വിട്ടുകളിയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി ഭാഷ്യം കൊണ്ടേതായാലും ഇമൗ ദ്വാദേവ പന്ഥാനോ, ഈ 2 മാർഗങ്ങളാണുള്ളത്. പന്ഥാനോ പന്ഥാനഹ എന്ന് വരും. 2 മാർഗങ്ങളാണുള്ളത്. അനുനിഷ്ക്രാന്തതരോ, അതായത് ഭൂതസൃഷ്ടിക്ക് ശേഷം, ജഗത്തിന് സൃഷ്ടിയുള്ള ശേഷം 2 മാർഗങ്ങളാണ് അവതരിപ്പിച്ചത്. ആരെ അവതരിപ്പിക്കുന്നേ? സൃഷ്ടിയുടെ കർത്താവാണോ അങ്ങേര് തന്നെ ചെയ്തത്? സൃഷ്ടിയുടെ കർത്താവ് ആരാ? ഈശ്വരൻ. ഈ ഒരു കാര്യം ഗീതയിൽ എവിടെയും പറയുന്നുണ്ടോ? ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ എന്നാണ്. അപ്പോൾ ഞാൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തു, ഞാൻ സൂര്യനെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ ആരെങ്കിലും പറയട്ടെ, ഇവിടെ എന്താ നോക്ക്. ഇമൗ ദൗ ഏവ പന്ഥാനു അനുനിഷ്ക്രാന്തതരോ ഭവതഃ. 2 പദങ്ങൾ തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ഒന്നെന്താ? ക്രിയാപദസ്യ പുരസ്താദ്, ആദ്യം ക്രിയാപദം. പിന്നെന്താണ്? സന്യാസശ്ച ഉത്തരേണ, 2ാമത്തെ സന്യാസവും വരും. അപ്പൊ ക്രിയാപദത്തിലൂടെ പോയാൽ ഹിരണ്യഗർഭലോകം വരെ എന്ന് പറഞ്ഞാല് ഉപാസന സഹിത കർമ്മത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ഫലം എന്നുള്ളത് ഹിരണ്യഗർഭലോകം വരെ. ഈ ഹിരണ്യഗർഭലോകം, ഈ ക്ലാസ്സിലുള്ള ആൾക്കാരെ മുമ്പ് ഹിരണ്യഗർഭ ശബ്ദം കേട്ടിട്ടുണ്ടോ?
ഈ ഉപനിഷത്തിലല്ലാതെ? അത് നോക്കിയോ. അപ്പോൾ ആ ക്രിയാപദം കൊണ്ട് ഹിരണ്യഗർഭലോകം വരെ. പിന്നെന്താ ഉള്ളത്? സന്യാസശ്ച ഉത്തരേണ. ഉത്തരം എന്ന് ഉദ്ദേശിച്ചത് പൂർവം ക്രിയാപദമായതുകൊണ്ട് രണ്ടാമത്തേതെന്നുള്ള അർത്ഥത്തിലാണ് ഉത്തരത്തിൽ രണ്ടാമത്തെ മാർഗമായിട്ട് സന്യാസം എന്നുള്ളത് എന്താണ് ഉദ്ദേശിച്ചത്? ജ്ഞാനമാർഗം. നിവൃത്തി മാർഗേണ, ഇതിനെയാണ് നിവൃത്തി മാർഗം എന്ന് പറയാ. എന്താണ് ഇതിന്റെ സ്വരൂപം? ഏഷ്ണാത്രയസ്യ ത്യാഗ. ഉത്രേഷ്ണ, വിത്തേഷ്ണ, ലോകേഷ്ണ രൂപങ്ങളായിരിക്കുന്ന ഏഷ്ണാത്രയങ്ങളുടെ ത്യാഗമാണിത്. ഈ സന്യാസം എന്തിനു വേണ്ടി പറഞ്ഞതാ? ജ്ഞാനത്തിന് വേണ്ടി. ജ്ഞാനത്തിന് വേണ്ടി പറഞ്ഞതാണിത്. സന്യാസം കൊണ്ട് മാത്രം ജ്ഞാനം കിട്ടുമോ? പറ. കർമ്മവും വേണം. ഓർപ്പിക്കണം. കർമ്മം കൊണ്ട് ജ്ഞാനം കിട്ടുന്ന എവിടെയാ പറഞ്ഞത്? അതായത് കർമ്മം കൊണ്ട് ജ്ഞാനം ഇല്ലെന്നല്ല, പക്ഷെ കർമ്മം അതിന്റെ മുഖ്യ കാരണമല്ല, പരമ്പരാ കാരണം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള കാരണത്തെ എടുത്താൽ ശ്രവണം മനന നിധിധ്യാസനം ശാസ്ത്രമാണ്, പ്രമാണമാണ് പ്രമയ്ക്ക് കാരണം. അപ്പൊ സന്യാസം പ്രമേ ഉത്പന്നമാവാനാണ്. അതിന്റെ തൊട്ടടുത്തുള്ള കാരണം എന്നുള്ളത് ശാസ്ത്രമാണ്. അതിലെ ശാസ്ത്രം എന്നത് ശാസ്ത്രത്തിന്റെ ശ്രവണ മനന നിധിധ്യാസനം എന്നുള്ളതാണ്. അതൊക്കെ മുന്നെയാണ് എന്ത് വരുന്നത്? കർമ്മം വരുന്നത്. ഇവിടെ തന്നെ കർമ്മത്തിന് ഇനിയും ഡീറ്റെയിൽ ചെയ്യണം. കേവല കർമ്മവും മാണിച്ച്, അതായത് ഫല ഇച്ഛയോടുകൂടി ചെയ്ത കർമ്മമായിരുന്നുവെങ്കിൽ ഇങ്ങോട്ട് പോകും ഹിരണ്യഗർഭലോക പ്രാപ്തി. ഫല ഇച്ഛാരഹിതമായിരിക്കുന്ന കർമ്മമായിരുന്നെങ്കിലോ അന്ധകരണ ശുദ്ധി വഴി സന്യാസത്തിലൂടെ ശ്രവണാദികൾ നടന്ന് ബ്രഹ്മാകാര വൃത്തിയിലൂടെ കൈവല്യപ്രാപ്തി. ഇങ്ങനെ രണ്ടാക്കും. അതിൽ തന്നെ തയോഹോ സന്യാസപഥ ഏവ അതിരേചയതി. അവയിൽ വെച്ച് ആ കർമ്മത്തിലും സന്യാസത്തിലും വെച്ച് സന്യാസപഥം എന്നുള്ളതാണ് ഉത്കൃഷ്ടം. അതിരേചയതി ഉത്കൃഷ്ടനർത്ഥം. ഇതിനെ ബാക്കി ഭാഗമാണ് ശരിക്ക് നാരായണ ഉപനിഷത്തിന്റെ ഭാഗം. ന്യാസ ഏവ അതിരേചയത് ഇതി ച തൈത്തരീയകേ. അത് നിങ്ങൾക്ക് ടീക്കയിൽ എനിക്ക് കാണാം. ബാക്കി ഇതിവിടെ നമ്മള് എന്താ വന്നത്? ഇമൗ ദാവേവ പന്ഥാനോ അനുനിഷ്ക്രാന്തതരോ ഭവതഃ ക്രിയാപദസ്യ പുരസ്താദ് എന്ന് പറഞ്ഞില്ലേ? ആ പുരസ്താദ് എന്നുള്ള ശബ്ദത്തിന് അർത്ഥം പറയാൻ ടീക്കയില് പുരസ്താദ് എന്ന് പറഞ്ഞാല് മുമ്പ്, പൂർവ്വത്തിൽ എന്നർത്ഥം. എന്താണ്? സൃഷ്ടികാലേ അനുനിഷ്ക്രാന്തതരോ, സൃഷ്ടികാലത്ത് പ്രകടമായതാണത്. അതായത് ഭൂതസൃഷ്ടിക്ക് ശേഷം ഉണ്ടാക്കിയെന്നർത്ഥം. ഒന്നും കൂടി വിശദീകരിക്കുകയാണ്. ഭൂതസൃഷ്ടിം അനുപ്രവൃത്തവും. ഇവിടെ എന്താണ് അനുശബ്ദത്തിനർത്ഥം? പശ്ചാത്. ഏതിനു ശേഷം? ഭൂതസൃഷ്ടിക്ക് ശേഷം. അനുപ്രവൃത്തവും ഭിന്ന അധികാരിത്വാദ് ഉഭയോഹോ സന്യാസേവാതിരിക്തഃ ശ്രേഷ്ഠോ ഭവതി. ഭിന്ന അധികാരിത്വാദ് ഉഭയോഹോ, ഇത് രണ്ടിന്റെയും അധികാരികൾ ഭിന്നമായതിനാൽ ഇവയിൽ ശ്രേഷ്ഠം ഏതായിരിക്കും? സന്യാസം. അതിരേചേതി എന്ന് പറഞ്ഞില്ലേ? അതിരേചേതി എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് അതിരിക്ത എന്ന് പറയുന്ന അർത്ഥം ശ്രേഷ്ഠോ എന്നർത്ഥം. ശ്രേഷ്ഠമായിരിക്കും സന്യാസമാകുന്നു. ഇനി എന്ത് പറയരുത്? നമ്മൾക്ക് നാട്ടിലെ വ്യവഹാരം നമ്മൾ കൊണ്ടുവരില്ലല്ലോ. എന്ത് കൊണ്ടുവരും? യഥാർത്ഥ ഗൃഹസ്ഥൻ സന്യാസിയേക്കാൾ മികച്ചവനാണെന്ന് പറയും. അങ്ങനത്തെ എവിടെയെങ്കിലും പങ്ക്തി കണ്ടിട്ടുണ്ടോ? സന്യാസി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല വിഷയം ഇവിടെ. ഇപ്പോൾ ഗൃഹസ്ഥൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? അതായത് ഈ പറയുന്ന ആള് രാവിലെ തന്നെ അഗ്നിഹോത്രാദി നടത്തിയിട്ടാണോ പുറത്തിറങ്ങുന്നത്? അല്ലല്ലോ. ഡയലോഗ് എടുത്ത് ഇറങ്ങുന്നതല്ലേ? അവിടെ നോക്കിയാൽ മതി. എന്താ പറയുന്നത്? യഥാർത്ഥ കർമ്മം ചെയ്യുന്ന ഗൃഹസ്ഥൻ സന്യാസിയേക്കാൾ മികച്ചവനാണ്. ഏത് സന്യാസിയേക്കാൾ? യഥാർത്ഥ സന്യാസിയേക്കാൾ മികച്ചവനാണെന്നാ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പരമ്പരയിൽ എന്താണോ പറഞ്ഞത് അത് സ്വീകരിച്ചാൽ സന്യാസശാസ്ത്രമാണ് ഉത്കൃഷ്ടം. ആളെങ്ങനെ ജീവിക്കുന്നതല്ല കേട്ടോ അവിടുത്തെ ചർച്ച. ഒരു 4 ആശ്രമത്തെ വിഭാഗം നടത്തി കഴിഞ്ഞാൽ ശ്രേഷ്ഠമായിരിക്കുന്ന ആശ്രമമാണ് സന്യാസശാസ്ത്രം. അതെന്തുകൊണ്ടാന്ന് പറയാണ്? പരമപുരുഷാർത്ഥ അവ്യവധാനാദിത്യർത്ഥ. പരമപുരുഷാർത്ഥം എന്താ? മോക്ഷം. അതിന്റെ തൊട്ടടുത്ത കാരണം എന്താ? ജ്ഞാനമാണോ? ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണം. ആ ജ്ഞാനത്തിന് കാരണമായിട്ടാണ് ആര് വരുന്നത്? സന്യാസം വരുന്നത്. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ എപ്രകാരം ജ്ഞാനത്തിന് കാരണമാണോ അതേപോലെ തന്നെ കാരണമായിട്ടാണ് സന്യാസം ഇരിക്കുന്നത്. അവിടെ നമുക്ക് മുന്നിൽ പിറകിലായിട്ട് ഈ സന്യാസത്തെ വെക്കാം. ഒന്നുകിൽ സന്യാസാനന്തരം ശ്രവണാദികൾ, അല്ലെങ്കിൽ ശ്രവണാദികൾക്ക് ശേഷം സന്യാസം. ഇങ്ങനെ 2 രീതിയിലും കൊണ്ടുവരാം. 2 രീതിയിൽ നിങ്ങൾക്ക് ശാസ്ത്രം മുന്നോട്ട് അങ്ങനെ കാണാം. ഇവിടെ എന്താ പറയുന്നത്? പരമപുരുഷാർത്ഥവുമായിട്ട് അവ്യവധാനത്തിൽ, വ്യവധാനം എന്ന് പറഞ്ഞാല്
വിടവ്, അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും വന്ന് കയറുമ്പോഴാണ് വ്യവധാനം വരുന്നത്. അങ്ങനെ ഇല്ല, തൊട്ടടുത്ത കാരണമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അവ്യവധാനം എന്ന് പറഞ്ഞത്. അതായത് സന്യാസം എന്നുള്ളത് ജ്ഞാനം വഴി മോക്ഷ കാരണമായതുകൊണ്ട് കർമ്മത്തെക്കാൾ സന്നിഹിതം തൊട്ടടുത്ത് നിൽക്കുന്നതാണ് സന്യാസം എന്നുള്ളത് കൊണ്ട് അവ്യവധാന രൂപമായിട്ട് മാറിയത്. അതുകൊണ്ടാണ് ശ്രേഷ്ഠ, കർമ്മത്തെക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുന്നത്. കർമ്മം ചെയ്ത്, അതും ഞാൻ പറഞ്ഞില്ല ആദ്യം, സാധാ കർമ്മം എന്ന് ഉദ്ദേശിച്ചാല് അഹങ്കാര പുരസ്സരമായിരിക്കുന്ന ഫല ഇച്ഛയോട് കൂടിയിരിക്കുന്ന കർമ്മത്തെയാണ് പറഞ്ഞത്. എന്തുകൊണ്ടാ ഹിരണ്യഗർഭപ്രാപ്തി പറഞ്ഞെങ്കിൽ അങ്ങനെ പറയണം. ഫല ഇച്ഛാരഹിതന്റെ കർമ്മം ഹിരണ്യഗർഭപ്രാപ്തിക്ക് കാരണമാവൂല, അത് അന്ധകർമ്മ ശുദ്ധിക്കാ കാരണമാവുന്നത്. ഇങ്ങനെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടില്ല. പിടി കിട്ടിയ ഒരു പ്രസംഗത്തിന് രണ്ടായിട്ടോ കാണേണ്ടി വരും. ഇതിങ്ങനെ തന്നെ പഠിച്ചെടുക്കുക. കുറെ സാധനം ഇതിൽ ഉണ്ടാവൂല. അവർക്ക് ഇതൊക്കെ അറിയായിട്ടല്ല, ഒരു പോക്ക് പോകുന്നേരം മൊത്തം എടുത്ത് വെക്കാൻ പറ്റത്തില്ല. ഇത് പ്രിലിമിനറി ടെക്സ്റ്റ് അല്ലേ. ഇത് തൈ നാന്ന് കാണാം. തൈത്തരി ശാഖയിലെ നാരായണ ഉപനിഷത്ത് നാട്ടോ അതിന്റെ അർത്ഥം. ഇനി ടീക്ക തന്നെ കുറച്ച് ഭാഗം. വ്യാസ വാക്യം അപി സംവാദകമാഹ. ഈ പറഞ്ഞ കാര്യത്തിന് സംവാദം എന്ന് പറഞ്ഞ അർത്ഥം സമാനവാദമാണ് സംവാദം. ഇതെന്തിനാണ് സംവാദം കൊടുക്കുന്നത്? ദൃഢീകരിക്കാൻ വേണ്ടിയിട്ട്. ദൃഢീകരിക്കും. ഇവിടെ പറഞ്ഞ കാര്യത്തിന് സമാന പ്രമാണം കൊടുത്തിട്ട് ഈ പറഞ്ഞതിന് ഒന്നും കൂടി ദൃഢീകരിക്കാനാണ് സംവാദം കൊടുക്കുന്നത്. അപ്പൊ പ്രമാണത്തിന് ബലം കൊടുക്കുന്നത് ആയിരിക്കും? സമാന സംവാദം, വിജാതീയ സംവാദം, വിസംവാദ അഭാവം. അതിൽ സംവാദത്തെ എടുത്ത് കാണിക്കുകയാണ്. ഭാഷ്യം കാണുക, 4-ാം പംക്തി ഭാഷ്യം. ദ്വാ വിമോവധ പന്ഥാനോ യത്ര വേദ പ്രതിഷ്ഠിതാഃ പ്രവൃത്തി ലക്ഷണോ ധർമ്മോ നിവൃത്തിശ്ച വിഭാവിതഃ ഇത്യാദി പുത്രായ വിചാര്യ നിശ്ചിതം ഉക്തം വ്യാസേന വേദാചാര്യേണ ഭഗവതാ. ദ്വൗ ഇമൗ, ഈ രണ്ട് പദങ്ങളാണുള്ളത്. അധ പന്ഥാനോ യത്ര വേദാഹ പ്രതിഷ്ഠിതാഃ. ഏത് രണ്ട് പദങ്ങളിലാണോ വേദം പ്രതിഷ്ഠിതമായിരിക്കുന്നത്? ഏത് രണ്ട് പദത്തിലാ? കർമ്മത്തിലും ജ്ഞാനത്തിലും. ജ്ഞാനം എന്ന് ഉദ്ദേശിച്ചത് ജ്ഞാനത്തിന്റെ കാരണമായിരിക്കുന്ന സന്യാസം എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അത് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുക. സന്യാസം സന്യസിക്കാൻ വേണ്ടിയുള്ളതല്ലല്ലോ. സന്യാസം എന്തിനു വേണ്ടിയുള്ളതാ? ശ്രവണ മനന നിധിധ്യാസനം വഴി ജ്ഞാനത്തിന് വേണ്ടിയുള്ളതാ. അപ്പൊ സന്യാസവും ജ്ഞാനവും ഒക്കെ ഒന്നിച്ചു ചേർന്നിട്ട് നമ്മൾ അതിന് എന്ത് വിളിക്കും? നിവൃത്തി ലക്ഷണം എന്ന് പറയും. അതേപോലെ പ്രവൃത്തി ലക്ഷണം എന്താണ്? കർമ്മമാർഗമാണ്. കർമ്മത്തിന്റെ ഫലം എന്തായിരിക്കും? ഹിരണ്യഗർഭലോകപ്രാപ്തി. അത് കാമ്യമായിട്ടാണോ അകാമ്യമായിട്ടാണോ? കാമ്യമായിട്ട്. ഇവിടെ രണ്ട് പദം കൊടുക്കുകയാണ്. ആദ്യം ഒന്ന്, കാമനയോടുകൂടി ചെയ്തവന് ഹിരണ്യഗർഭലോകം. പിന്നെയും കുറെ നിങ്ങൾക്ക് പഞ്ചദശിയിലൊക്കെ എത്തിക്കഴിഞ്ഞാലേ അതേപോലെ നമ്മുടെ എവിടെയും വരും, ചാന്തോക്യത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, ആരുടെ എന്താണ് എത്രയോ ധർമ്മസ്കന്ധ ഇത്യാദി സ്ഥലത്ത് സമാന പ്രസംഗം പഞ്ചദശിയിൽ കൊണ്ടുവച്ചിട്ട് പറയും, സന്യാസിയുടെ യോഗ്യത കൊണ്ട് അവന് ഹിരണ്യഗർഭലോകം വരെ പോകാൻ പറ്റും. അങ്ങനെയൊക്കെയുണ്ട്. ठीक है. നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് അടക്കം പോകാം അവിടം വരെ, അവന്റെ ആശ്രമത്തിലെ തപസ്സിന്റെ ഫലമായിട്ടും. അങ്ങനെ പോയിട്ട് പോകുന്ന സമയത്ത് അഥവാ ഉപാസനയാണ് ചെയ്യുന്നത്, പക്ഷേ ജ്ഞാനത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നതെങ്കിലും ഉപാസന ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ ഹിരണ്യഗർഭലോകത്ത് പോയിട്ട് അവിടുന്ന് ഉപദേശം കിട്ടിയിട്ടും രക്ഷപ്പെട്ടു പോകും. ठीक है. അപ്പം രണ്ട് മാർഗങ്ങളാണ്. ഏത് രണ്ട് മാർഗങ്ങളിലാണോ വേദം പ്രതിഷ്ഠിതമായത്, പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവുമായിട്ട് വിഭാവിത. മഹാഭാരതം ശാന്തിപർവം ഇത്യാദി ഇങ്ങനെ ഇരിക്കുന്ന വാക്യങ്ങള് പുത്രനോടായിട്ട് വിചാര്യ നിശ്ചിത മുക്തം വ്യാസേന, വിചാരം ചെയ്തിട്ട് നിശ്ചിതമായിരിക്കുന്ന ഒരു കാര്യം. കാരണം ഇത് ഈ ഒരു പങ്ക്തി വരുന്നതിന് മുന്നേ വിചാരം നടന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് വിചാര്യ ഉക്തം പറയുന്നത്. വ്യാസേന വേദാചാര്യേണ ഭഗവതാ, വേദത്തിന്റെ ആചാര്യൻ. ഇങ്ങനാണോ വേദത്തെ നിർമ്മിച്ചത്? അല്ല, വേദം അനാദിയല്ലേ? വേദം അനാദിയാണ്. ഈശ്വരനല്ലേ നിർമ്മിച്ചത്? അല്ല. ആന്ന് പറയാം, പക്ഷേ ബുദ്ധിപൂർവമായിട്ട് നിർമ്മിച്ചിട്ടില്ല. ഒരു ബുദ്ധിയില്ലാതെ നിർമ്മിച്ചതാണോ? സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധി മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ അങ്ങനെ ബുദ്ധിപൂർവമായിട്ട് അതിലെ കാര്യങ്ങൾ വ്യവസ്ഥിതമാക്കിയിട്ടില്ല. പിന്നെയോ കഴിഞ്ഞ കൽപ്പത്തിലെ സമാന വേദത്തെ സൃഷ്ടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ആദ്യത്തെ വേദം ആരുണ്ടാക്കി? അങ്ങനത്തെ ആദ്യത്തെ വേദം എന്നുള്ള പ്രസംഗമില്ല. കാരണം സൃഷ്ടി അനാദിയായിട്ടിരിക്കുകയാണ്. ഒരു സൃഷ്ടി അനാദിയല്ല, സൃഷ്ടികളുടെ പരമ്പര അനാദിയായിട്ടിരിക്കുകയാണ്. ഒരു ബീജം അനാദിയല്ല, പക്ഷെ ബീജത്തിൽ നിന്ന് വൃക്ഷവും വൃക്ഷത്തിൽ നിന്ന് ബീജവും, ഈ പരമ്പര അനാദിയായിട്ടിരിക്കും. ഇതേപോലെ സൃഷ്ടി പ്രളയം ഈ പരമ്പര അനാദിയായിട്ടിരിക്കും. ലാസ്റ്റ് പങ്ക്തി, വിഭാഗം ച അനയോർ ദർശയിഷ്യാമഹ. ഇനിയും ഇതിന്റെ വിഭാഗം നമ്മൾ ഇനി മുന്നോട്ട് കാണിക്കുന്നതായിരിക്കും. ടിപ്പണി 4 നോക്കിയേ. വിഭാഗം ച അനയോർ ദർശയിഷ്യാമഹ ഇതി സംക്ഷേപേണ ഉക്തമപി. ഇവിടെ സംക്ഷേപിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും
സ്ഫുട പ്രതിപത്തയെ, പ്രതിപത്തി എന്ന് പറഞ്ഞ ജ്ഞാനം, പ്രതിപത്തയെ ജ്ഞാനത്തിനായിട്ട്, സ്പഷ്ടജ്ഞാനത്തിനായിട്ട് വിസ്തരേണ ഭക്ഷ്യാമോ, ഇത് നമ്മളിൽ നോമിനി മുന്നോട്ട് വിസ്തരിച്ച് പറയുന്നതായിരിക്കും. എവിടെ? അന്ധന്തമ ഇത്യാദി നവമ ഭാഷ്യാരംഭി. നവമന്ത്രത്തിന്റെ ഭാഷ്യം തുടങ്ങുന്ന സമയത്ത് നമ്മൾ 8ാം മന്ത്രത്തുമായിട്ട് അവസാനിപ്പിച്ച കാര്യങ്ങളേക്ക് കുറച്ചും കൂടി നിരൂപണം നടത്തും. അന്നപ്പോൾ ഇതിനെ കുറിച്ച് പറയും. അത്രയും മാത്രമല്ല, പിന്നെയോ അഗ്നേനയ സുഭതാരായി എന്നുള്ള 18ാം മന്ത്രസ്ഥലത്തും ഇനി വ്യാഖ്യാനം കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് അനയോർ വിഭാഗശ്ച ദർശയിഷ്യാമഹ, നോമിനിയും ഇതിന്റെ വിഭാഗം കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ 2ാമത്തെ മന്ത്രം കഴിഞ്ഞു. 1ഉം 2ഉം മന്ത്രം ഓർമ്മയുള്ള ആൾക്കാരെന്ന് ചൊല്ലിയേ. ഓം ഈശാവാസ്യമിദം സർവം യത്കിഞ്ചചത്യാഞ്ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാതൃഭക്തസ്യ സിദ്ധനം കുർവന്നേവേന കർമാണി ജിജീവിഷേഷതദും സമാ ഏവം ത്വയി നാന്യതേധോസ്തി ന കർമ്മ ലിപ്യതേ നരേ. ഇതിൽ ഏതെങ്കിലും ഒരു മന്ത്രത്തെ സ്പഷ്ടീകരിച്ചു തരാൻ പറ്റുമോ? ഇവിടെയുള്ള സകലതും ഈശ്വരന ആച്ഛാദിതമാണ്. ത്യാഗത്താൽ ഇതിനെ ബ്രഹ്മകാരത്തെ പാലിക്കണം. ഇത്രയേ ഉള്ളൂ, ചുരുക്കി പറഞ്ഞ അത്രയേ ഉള്ളൂ. മറ്റുള്ള അതായത് ഈ ജഗത്ത് മൊത്തം ബ്രഹ്മസ്വരൂപമാകുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്താൽ, ഈ ജഗത്തിലുള്ള വസ്തുക്കൾ വാസ്തവത്തിൽ ഇല്ല എന്നുള്ളതിനാൽ ഉണ്ടെന്ന് തോന്നുന്ന കൽപ്പിത വസ്തുക്കളുടെ സ്വരൂപ അധിഷ്ഠാനമായതുകൊണ്ട് ഈ വസ്തുക്കളെല്ലാം ഞാനായിരിക്കുന്ന ശുദ്ധ ബ്രഹ്മസ്വരൂപമാകുന്നു. ഈ ഒരു ജ്ഞാനപ്രാപ്തിക്കായിട്ട് സന്യാസപൂർവകമായിട്ട് ബ്രഹ്മാകാര വൃത്തിയെ അനുസന്ധാനം ചെയ്യുക എന്നുള്ള ബ്രഹ്മപരിപാലനം നടത്തണം. വരികയാണ്. 2ാം മന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു. കുർവന്നേവേഹ കർമാണി ജിജീവിഷേച്ഛതദാം സമം ഏവം സ്വയി നാന്യതേധോസ്തി ന കർമ്മ ലിപ്യതേ നരേ. അതിന്റെ അർത്ഥം പറഞ്ഞേക്കും. കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഇച്ഛിക്കുന്നവർ, കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഇച്ഛിക്കുന്നവരാണോ? ജീവിക്കാൻ ഇച്ഛിക്കുന്നവർ, ശതവർഷ ആയുസിൽ രഥവർഷം ജീവിക്കാൻ ഇച്ഛിക്കുന്നവർ എന്ന് പറഞ്ഞല്ലേ തുടങ്ങേണ്ടത്? ശതവർഷം ജീവിക്കാൻ ഇച്ഛിക്കുന്നവർ കർമ്മം ചെയ്യേണ്ടതാണ്. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കേണ്ടതാണ്. കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കേണ്ടതാണ്. പിന്നെ ഏവം ത്വയി നാന്യതേത്വസ്തി ന കർമ്മ ലിപ്യതേ നരേ. സ്വാമിജി, ആഗ്രഹം ലിപ്യത, അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യാം. അങ്ങനെയല്ല, അശാസ്ത്രീയ കർമ്മലേപം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശാസ്ത്രീയമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ശാസ്ത്രീയ കർമ്മം ചെയ്തില്ല എങ്കിൽ അശാസ്ത്രീയ കർമ്മ ലേപം ഉണ്ടാകും. ഈ ഒരു അശാസ്ത്രീയ കർമ്മ ലേപം ഒഴിവാക്കാൻ വേണ്ടി നിനക്ക് ശാസ്ത്രീയ കർമ്മം ചെയ്യുക എന്നല്ലാതെ വേറെ ഒരു വകുപ്പില്ല. ഇതല്ലേ 3 ദിവസമായിട്ട് പോയത്. അവിടെ എന്താ നിങ്ങൾ മറ്റെവിടെയോ പറഞ്ഞ സാധനം കൊണ്ടുവച്ച് ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചേ? ടീക്കേ, അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യണം അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ടീക്കേ, ഇവിടെ നിങ്ങൾക്ക് നമുക്ക് അവകാശമില്ല എക്സ്ട്രാ കയ്യിൽ നിന്ന് വെക്കാൻ. ഇവര് പറഞ്ഞ എന്താന്ന് വളരെ കീനായിട്ട് പിടിക്കുക. പല സാധനം നമുക്ക്, അതായത് ചില സ്ഥലങ്ങളിൽ അറിയാലോ, ഇവിടുത്തെ പല ആൾക്കാർക്കും പല ക്ലാസ്സിലും കയറിയ ആൾക്കാരാണ്. അവർക്കറിയാം മന്ത്രം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ബാക്കിയെല്ലാം രാമായണമായിരിക്കും. അത് വെച്ചിട്ട് കളിച്ചാൽ പണിപാളും. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവിടെ അന്ധകരണ ശുദ്ധിയും കർമ്മത്തിന്റെ അത് അവിടെ പറഞ്ഞ് തന്നെ എടുക്കണം. വേറെ ഒരു രക്ഷയില്ല, അങ്ങനെ തന്നെ പഠിക്കണം. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ, ഇതിന്റെ അർത്ഥം എന്താ? വിദ്വാൻ അറിയുന്നവൻ എന്നാ. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ, ആനന്ദം അശ്വതിന്ന് കൂടി ചേർത്തോളെ. ബ്രഹ്മജ്ഞാനിട്ടേക്ക് ബ്രഹ്മണോ ആനന്ദം വിദ്വാൻ, ബ്രഹ്മസ്വരൂപ ആനന്ദത്തെ അറിയുന്നവൻ. അല്ലെങ്കിലോ അറിയുന്നവൻ എന്നുള്ള അർത്ഥമാണ് അതിൽ. നബിഭേദി കുതശ്ചന, ബ്രഹ്മസ്വരൂപ ആനന്ദത്തെ അറിയുന്നവൻ ഒന്നിൽ നിന്നും ഭയക്കുന്നില്ല. എന്തുകൊണ്ടാ ഭയക്കാത്തത്? മറ്റൊന്നും തന്നെ ഭയക്കാനായിട്ട് അവശേഷിക്കാത്തത്. ദ്വിതീയ ഭയം ഭവതി. രണ്ടാമതൊരു വസ്തു ഉണ്ടെങ്കിലേ ഭയമുള്ളൂ. അദ്വിതീയ ബ്രഹ്മബോധത്തോടു കൂടി എന്ത് പറ്റി? ദ്വിതീയങ്ങളൊക്കെ അങ്ങോട്ട് പോയി. ദ്വിതീയം എങ്ങോട്ടും പോയിട്ടില്ല, സർവം ബ്രഹ്മം എന്നുള്ളതുണ്ട്. അധിഷ്ഠാനത്തിലേക്ക് ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നു. ബ്രഹ്മസ്വരൂപായി എന്ന് പറഞ്ഞേ. നിങ്ങൾ ഇതല്ലേ പഠിച്ചത് വരെ? അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ നിശ്ചയം? ഇത് നശിച്ചു പോവുകയാണോ അല്ല ബ്രഹ്മസ്വരൂപമാവുകയാണോ? ബ്രഹ്മസ്വരൂപം തന്നെ. ബ്രഹ്മസ്വരൂപം പോകുന്നൊന്നുമില്ല സ്വാമിജി.
Yeah. എന്റെ അവിദ്യ കൊണ്ട് തനിക്ക് തോന്നുന്നതാണ് ഉണ്ടെന്നും ഇല്ല എന്നൊക്കെ. അവിദ്യ മാറിയിട്ട് കുറച്ചു നേരത്തെങ്കിലും ഭയം ഉണ്ടാവില്ല സർ, പിന്നെ ഭയത്തിന് ശേഷമല്ലേ ഉണ്ടാവില്ല മോനെ. അധിഷ്ഠാനം കുറച്ചു നേരം ഭയക്കാനോ? ഇല്ലല്ലേ? ഒരു ചോദ്യം ചോദിക്കട്ടെ, ബ്രഹ്മജ്ഞാനിനി എന്തെങ്കിലും കയറിൽ സർപ്പം കണ്ട് ഭ്രമിക്കുവോ? ഭ്രമിക്കാം. ഭ്രമിക്കും. അതെന്തുകൊണ്ടാ? കയറില് പ്രാതിഭാസികമായി സർപ്പത്തെ കാണാനുള്ള കാരണം എന്താന്ന് പറ അവിടെ. ബാധ്യതാനുഭൂതി. അജ്ഞാനം ഞാൻ അജ്ഞാനം ഇത്ര ഏതിന്റെ അജ്ഞാനം. അജ്ഞാനം? കയറിന്റെ കയറിന്റെ അജ്ഞാനം. കയറിന്റെ അജ്ഞാനം. ആ അജ്ഞാനം അല്ലല്ലോ നഷ്ടപ്പെട്ടത്. ഇപ്പൊ ഘടത്തിന്റെ അജ്ഞാനം നഷ്ടപ്പെട്ട ആൾക്ക് നോക്കിയോ, ശുക്തിയിലെ രജതം കാണാൻ കാരണം എന്താ? ശുക്തിയുടെ അജ്ഞാനം. ശുക്തിയുടെ അജ്ഞാനം നഷ്ടപ്പെട്ട ആൾക്ക് കയറിൽ സർപ്പത്തെ കാണാൻ പറ്റുമോ? പറ്റും. അതെന്തുകൊണ്ടാ? അത് കയറിന്റെ അതിലെ അജ്ഞാനം കയറിൽ മാറിയിട്ടില്ല. അജ്ഞാനം നിലനിൽക്കുന്നതുകൊണ്ട്. മനസ്സിലായോ? അതെ. അതുകൊണ്ട് ബ്രഹ്മവിഷയ അജ്ഞാനം നഷ്ടപ്പെട്ടാലും കയറിന്റെ അജ്ഞാനം നിലനിന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? സർപ്പത്തെ സർപ്പത്തെ കാണില്ല. കാണും. അപ്പൊ അങ്ങനെ അജ്ഞാനിയല്ലേ? അല്ല. ആണ്. അങ്ങേര് കയറിന്റെ അജ്ഞാനിയല്ലേ? ആ വിഷയത്തിന് അജ്ഞാനിയാണ്. കയറിന്റെ അജ്ഞാനിയാ. അപ്പം അധികം അഹങ്കരിക്കണ്ടെന്ന് പറയാം ഞാനിവിടെ. നിങ്ങൾ കയറിന്റെ അജ്ഞാനിയാണ്. നിങ്ങൾ സുഷുപ്തി പോവോ? ബ്രഹ്മജ്ഞാനി സുഷുപ്തി പോവോ? സുഷുപ്തിയിൽ ഉപാധി എന്താ? അജ്ഞാനം. ഇത് അങ്ങേരുടെ കയ്യിലുണ്ടോ? കഷ്ടപ്പെടണ്ട, ജ്ഞാനിയുടെ കാര്യം ചോദിച്ചത്. സുഷുപ്തിയിൽ ഞാൻ സ്വപ്നം കാണുമോ? കാണുമല്ലോ. ഞാൻ സുഷുപ്തി പോകുമോ? പോകും. അതായത് സുഷുപ്തി സ്ഥലത്ത് മൂലാജ്ഞാനവും തൂലാജ്ഞാനവും രണ്ടും നിലനിൽക്കും. ആർക്ക്? അജ്ഞാനിക്ക്. ജ്ഞാനിയെ സംബന്ധിച്ച് മൂലാജ്ഞാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സുഷുപ്തി പോകും? അത് തൂലാജ്ഞാനം ഉള്ളത് കൊണ്ട് പോകും. അല്ല, തൂലാജ്ഞാനം മാത്രമല്ല, മൂലാജ്ഞാനം ഇല്ല തൂലാജ്ഞാനം എങ്ങനെ നിന്നു? ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. മൂലാജ്ഞാനം ഇല്ല തൂലാജ്ഞാനം നിൽക്കാം. വേണമെങ്കിൽ ഇതിന് ഉപാദാനമായിരിക്കുന്ന അജ്ഞാനത്തെ മാനിച്ചോ. അതല്ലേ ബ്രഹ്മവിഷയക അജ്ഞാനം. അല്ല, അതിന്റെ വകഭേദമാണ്. അതിന് ലേശാജ്ഞാനം എന്നാ പറയാ. ഇതൊക്കെ ഇനി കുറെ കാലം കേട്ടാലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം 50 വർഷം സന്യസിച്ച ആൾക്കാർ പോലും മസിൽ പിടിക്കാൻ വരാറുണ്ട്. ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ടി ശ്രമിച്ചുകൊടുക്കുക. ഇതിന്റെ കാര്യം പറയുമ്പോഴേ ഇതിന് പ്രത്യേകിച്ച് ടൈം ട്യൂണിംഗ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞാനായിരിക്കുന്ന പരമാത്മാവ് എന്ന് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെയാണ് ഇതിന്റെ വളർച്ച. വേദാന്തം എവിടെ ഇരുന്നാലും ചിന്തിക്കാൻ പറ്റണം. സ്വാമിജി, ഈ ഹിരണ്യഗർഭലോകം അതൊക്കെ വേദാന്തികൾക്ക് എന്താണ് സമ്മതമല്ലെന്ന് പറഞ്ഞില്ല അതിന്. ഈ അർത്ഥവാദം എന്ന് പറയണത് അല്ല. വേദാന്തികൾക്ക് സമ്മതമല്ലെന്നോ? എന്റെ മാതിരി ഞാൻ പറഞ്ഞത് ഈശ്വരനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഈശ്വരൻ പാരമാർത്ഥികമാണോ വെച്ച് കഴിഞ്ഞാൽ അല്ല. അതുകൊണ്ട് ഹിരണ്യഗർഭനം പാരമാർത്ഥികമല്ല. ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ചാന്തോക്യത്തിൽ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയായിരിക്കും ആ ലോകം എന്ന്. അന്നേരം ഉദാഹരണം പറയുന്നത് എങ്ങനെയാണ് റിനച്ചി? സ്വപ്നം പോലെ എന്നാ പറഞ്ഞ. അതാണ് സ്വപ്നം പോലെ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് സ്വപ്നം പോലെ എന്ന് പറഞ്ഞത് അറിയോ? അതായത് വിശ്വൻ തൈജസം പ്രാജ്ഞൻ സമഷ്ടിയിൽ എന്ത് പറയും ഇവരെ? വൈശ്വാനരൻ അല്ലെങ്കിൽ വിരാട് വൈശ്വാനരൻ, ഹിരണ്യഗർഭൻ ഈശ്വരൻ. ഈ അപഞ്ചീകൃത പഞ്ചമഹാഭൂതം, അതേപോലെ തന്നെ സൂക്ഷ്മ ശരീര അഭിമാനിയാണ് ആര്? വ്യഷ്ടിയില് തൈജസൻ. സമഷ്ടിയിലെ പേരെന്താ? ഹിരണ്യഗർഭൻ. അപ്പോൾ സൂക്ഷ്മമായതുകൊണ്ട് ഏതിന് സമാനമായിട്ടിരിക്കും? ജീവൻ സ്വപ്നത്തിൽ ദ്രഷ്ടാവിന്റെ സാക്ഷിയായിരിക്കും. ദ്രഷ്ടാവിന്റെ സ്വപ്നത്തിലെ പേരെന്താ? തൈജസൻ. തൈജസൻ സാക്ഷിയാണവൻ. ठीक ആ സാക്ഷിക്ക് ജാഗ്രത എന്ത് പേരുണ്ടോ? വിശ്വൻ തൈജസനായി മാറി നിൽക്കുകയാണ്. ഒരാളാണ്, പേര് മാറുന്നുള്ളൂ. കാരണം അതിന്റെ ഉപാധിക്ക് വ്യത്യാസമുള്ളത് കൊണ്ട്. ഇതിന്റെ സമഷ്ടിയിലെ പേരെന്താ? ഹിരണ്യഗർഭൻ. അപ്പോൾ സ്വപ്നത്തിന് സമാനം തന്നെയായിരിക്കത്തില്ലേ ഹിരണ്യഗർഭനും? ഈ ഒരു ലോജിക്കാണ് അവിടെ അപ്ലൈ ചെയ്തത്. പിടികിട്ടിയോ? അപ്പോൾ അർത്ഥവാദത്തിൽ അത് 3 വിധ അർത്ഥവാദം വരും. അതിൽ 2 വാസ്തവ ജഗയല്ല, ഒന്ന് വാസ്തവമായി മാറും. ചില സ്ഥലത്ത് 2 കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് എന്തൊക്കെയാ? വിരോധേ ഗുണവാദസ്യാത്. അതായത് വൈദികമായിട്ട് പറയുന്ന വാക്യങ്ങൾക്ക്, അവിടെ പറയുന്ന കാര്യത്തിന് ലൗകികമായിരിക്കുന്ന കാര്യമായിട്ട് വിരോധം നേരിടുന്നുണ്ടെങ്കിൽ അത് ഗുണവാദമാവും. ഇനി നമ്മൾ അറിഞ്ഞ കാര്യത്തെയാണ് പറഞ്ഞെങ്കിൽ അനുവാദമായി മാത്രം. അനുവാദമല്ല ഗുണവാദവും അല്ലെങ്കിൽ പിന്നെ അത് ഭൂതാർത്ഥമായി മാറും. പക്ഷെ ചില ടെക്സ്റ്റുകളിൽ അനുവാദം പോലും ചിലപ്പോൾ നമുക്ക് പ്രമാണമായി മാനിക്കണം എന്നും പറയുന്നുണ്ട് കേട്ടോ. ഹയർ ടെക്സ്റ്റിലൊക്കെ അങ്ങനെ കയറി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ
ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.